ഞാനിന്ന് പറയാൻ പോകുന്നത് ഗോൾഡിന്റെ ഒരു അനാലിസിസ് ആണ്. ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് വെനസ്ഡേ 2 April 10:30 AM. ഈ ഒരു ഡേ, അതായത് March 21 ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഗോൾഡ് ബുള്ളിഷ് ആകുമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സഞ്ചരിച്ചിരിക്കുന്നത്, ട്രാവൽ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 1496 പിപ്സ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാം നല്ല പ്രോഫിറ്റ് എടുത്ത ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പല വ്യക്തികളും ചോദിക്കുന്നതാണ്, സർ അടുത്ത ഗോൾഡിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, എന്താണ് ഗോൾഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഗോൾഡ് ഓൾ ടൈം ഹൈ റേഞ്ചിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പറയുന്നത്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡിന്റെ അടുത്ത ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസം ഗോൾഡ് പല ന്യൂസുകൾ കൊണ്ട് ചെറിയൊരു ഫോളോ വന്നിരുന്നു. അതിനുശേഷം ഗോൾഡ് വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 4 hours ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് പുൾ ബാക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സംഭവിക്കാന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒരു സോൺ, ഈ മെൻഷൻ ചെയ്യുന്ന സോണിൽ നിന്ന് ഗോൾഡ് വീണ്ടും ഒരു ബുള്ളിഷ് ആവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു. എവിടെ വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വരെ, ഈ ഒരു ഓൾ ടൈം ഹൈ റേഞ്ച് വരെയാണ് അത് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇറ്റ് വിൽ ഓൺലി ഹാപ്പൻ ഇഫ് ദിസ് ലോ ഇസ് ബ്രേക്കൺ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കാൻ പറയുന്നത്. 4 hours ഈ ഒരു ലോ. ഇപ്പൊ നമ്മുടെ ബി കോർപ്പിലെ സൂപ്പർ സ്കാൽപ്പേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ബി കോർപ്പിലെ ഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സോണിൽ നമുക്ക് ഗോൾഡ് വളരെ വലിയ രീതിയിൽ തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ കേസ് ഈ ഒരു ഏരിയ ഫെയിൽ ആയിരിക്കട്ടെ, നമുക്ക് ഒരിക്കലും ഈ ഒരു ഏരിയ ഒറ്റയ്ക്ക് ഫെയിൽ ആവുന്നില്ല. മാർക്കറ്റ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഫെയിൽ ആവുക. അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒന്ന്, ഈ ഒരു ഫിബ് സോണാണ്. ഈ ഒരു ഫിബ് ഗോൾഡൻ സോണാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്കൊരു റീട്രേസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻ കേസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കും കാണുന്നുണ്ട്. ഇവിടെ എല്ലാം വരും എന്നല്ല പറയുന്നത്. ഇൻ കേസ് ഈ സോണുകൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയസിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഹെവി റീട്രേസ്മെന്റ് വരാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് സ്കാൽപ്പ് ചെയ്തും അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വെച്ചും എല്ലാം നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു 3 ബ്ലോക്കുകളിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഓൺലി ഹാപ്പൻസ് ഇഫ് ദിസ് ലോ ഇസ് ബ്രേക്കൺ. ഈ ലോ ബ്രോക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ഓൾ ടൈം ഹൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഗൈസ്, ഇത് മനസ്സിൽ വെച്ച് നല്ല ട്രേഡുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ പുതിയ വ്യക്തികൾ പ്രൊഫഷണലായി ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച്.